നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഡ്രം സ്റ്റിക്ക് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ മാറിനായിട്ട് ചെയ്യാൻ ചിക്കൻ ഒന്ന് റെഡി ആക്കി കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം ചിക്കൻ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായി. നമുക്കൊരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്യാം. നമുക്ക് ചിക്കൻ ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടി നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം മഞ്ഞൾ പൊടി, അല്പം ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിതൊന്ന് തിരുമ്മി പിടിപ്പിക്കാം നന്നായിട്ട്. നമുക്ക് ചിക്കൻ മാറിനേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അല്പം മല്ലിയില, ഒരു 20 ഗ്രാം മല്ലി ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട്. മല്ലിക്ക് കൂട്ടായിട്ട് അല്പം പുതിന എടുക്കാം. പുതിന നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം. പുതിന മല്ലിയുടെ അത്രയും ഞാൻ എടുത്തിട്ട് അല്പം കുറവാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഏകദേശം 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അല്പം ഇഞ്ചി എടുക്കാം. ഈ ഇഞ്ചി പീസിൻ്റെ ഹാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിത് പേസ്റ്റ് ആക്കാനായിട്ടൊരു മിക്സിയിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില. ഇനി അല്പം കാഷ്നട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചതാണ്. ഇനിയും ഒരു കപ്പ് യോഗട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് യോഗട്ടാണ്. മാറിനേഷന് വേണ്ടി നമ്മൾ മിക്സിയിൽ എടുത്ത് വെച്ച സാധനം അരച്ച് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് റെഡിയാക്കാം. ഇനി അല്പം കസ്തൂരി മേത്തി നമുക്കൊന്ന് പൊടിച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കന് നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ, മിനിമം അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. ഒരു ദിവസം മൊത്തം വെച്ചാൽ നല്ലതാണ്. മിനിമം അരമണിക്കൂർ വേണം. നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് പാൻ വെച്ച് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അല്പം കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. ഒരു 3 ഏലക്ക, ബേ ലീഫ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി നല്ല ചൂടായി തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ നെയ്യുടെയും ആ ഏലക്കയുടെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് പാനിലായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. 1 സെക്കൻഡ്. ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മിനിറ്റ് നമുക്ക് 1 സൈഡ് കിടക്കട്ടെ. ചിക്കൻ നന്നായിട്ടൊന്ന് സെറ്റാകട്ടെ. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നതിൻ്റെ ആ സ്മെല്ല്, ആ നെയ്യിലും ആ മസാലയിലൊക്കെ കിടക്കുന്ന ആ സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ തിരിച്ചു കൊടുക്കുകയാണ്. ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്.
ഏകദേശം ഒരു 6 മിനിറ്റ്, വൺ സൈഡ് ഒരു 3 മിനിറ്റ് അല്ല 4 മിനിറ്റ് മാക്സിമം. ചേട്ടോ എന്തോ മണം സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എത്ര നേരം പിന്നെ ഒരു 20 മിനിറ്റ് മാക്സിമം ഇതിനകത്ത് ഈ ഗ്രേവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചേട്ടാ പിന്നെ ചപ്പാത്തിയാണോ ബെസ്റ്റ് അതോ പൊറോട്ടയാണോ ബെസ്റ്റ്? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിനകത്തിൽ ചപ്പാത്തി ഇഷ്ടമുള്ളവർ ചപ്പാത്തി യൂസ് ചെയ്യാം, പൊറോട്ട ഇഷ്ടമുള്ളവർ പൊറോട്ട യൂസ് ചെയ്യാം. അഫ്ഗാനി ചിക്കന് ശരിക്കും മസാലയുടെ ടേസ്റ്റ് വളരെ കുറവാണ്. ചിക്കൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കേണ്ടത്. കാര്യം ഇതിനകത്ത് മസാല എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് നമ്മൾ ചേർക്കുന്നത്. ലൈറ്റ് മസാലയാണ്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് മാക്സിമം ഒരു 20 മിനിറ്റ് അല്ല, അപ്പം വെള്ളം ചേർത്ത് കൊടുക്കാമേ. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ചിക്കൻ. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. അടുത്തൊരു 5 മിനിറ്റ് ആണ് റെഡിയായി. നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. നല്ല സ്മെല്ല് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായ സ്മെല്ലാണ്. ഇനി നമുക്ക് ചിക്കൻ ഏകദേശം കുക്കായി വരുന്നത് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. ചെറുതെ എന്തോ പിന്നെ ആസ്വദിച്ച് ചോദിച്ചേ. പിന്നെ സത്യസന്ധമായ അഭിപ്രായം പറയണേ. പിന്നെ തീർച്ചയായിട്ടും. നന്നായിട്ടുണ്ട് കേട്ടോ. സന്തോഷേട്ടാ അടിപൊളി. ചിക്കനൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട്. എഫക്റ്റഡ് കഴിക്കണം കേട്ടോ. സന്തോഷേട്ടാ സത്യം പറയാലോ, ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമെന്ന് പറയത്തേ ഇല്ല. അമ്മാതിരി ടേസ്റ്റ് ഉണ്ട്. കാര്യം ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ആ ചിക്കന്റെ ആ ഒരു ഇത് കണ്ടോ, നമുക്ക് പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റും. നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയേക്കുന്നത്. ഗ്രേവി അസാധ്യം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ.